വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനായി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം നല്ലൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ആദ്യം എത്തേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ തന്നെയാണ്, അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് എത്തേണ്ടത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ ഈ ഒരു സെൽ ക്യാൻഡലിന്റെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇനിയുള്ളത് ഈ ഒരു ക്യാൻഡലിന്റെ താഴെയാണ്, കാരണം ഇവിടെ ഒരു നല്ലൊരു FEG കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഏരിയ വരെയാണ്, അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള സപ്പോർട്ടാണ് 3312.833. അതുപോലെ 3331.922. അടുത്തത് 3345.383. അടുത്തത് 3359.822. അടുത്ത സപ്പോർട്ട് ഏരിയ, അതായത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നതിന്റെ സപ്പോർട്ട് ഏരിയ 3373.283 ആൻഡ് 3387.967. ഇനി അടുത്ത റെസിസ്റ്റൻസ് ഏരിയ 3399.959 ആൻഡ് 3411.217. അടുത്തത് 3427.615 ആൻഡ് 3440.096. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു നല്ല ഒരു സപ്ലൈ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വരുന്നത് ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് ഏരിയ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു എൻട്രി സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയില്ല. കാരണം മാർക്കറ്റ് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നല്ലൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിന്റെ താഴെയാണ് ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു വലിയ ബ്രേക്ക്ഔട്ട് തന്നിട്ട് റീടെസ്റ്റ് വരികയാണെങ്കിൽ, ഒരുപക്ഷെ റീടെസ്റ്റ് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടേക്ക് വരാം. ആ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ ഈ ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും താഴെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടിയും കാണുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലോയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലെവലിന്റെ താഴെ മുഴുവൻ FEG ആണ്, വലിയ FEG ഉണ്ട്. അപ്പൊ ഈ FEG-യിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷനും റിവേഴ്സലും കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതാണ് സെൽ എൻട്രിയുടെ, അതുപോലെ തന്നെ അവിടുന്ന് കിട്ടാനുള്ള ബൈ എൻട്രിയുടെ സാധ്യത. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ മുകളിലോട്ട് പോയി കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്ന്
പിന്നെ ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അവിടെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം ചിലപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്കും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മിക്കവാറും സഞ്ചരിക്കാനുള്ള സാധ്യത ഓൾ ടൈം ഹൈയിലേക്കാണ്. ഇവിടെയും വന്നതിന് ശേഷം ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ കാണാം, ഇതൊരു വലിയൊരു സിങ് ആണ്. കുറെ കാലമായിട്ട് സപ്ലൈ നടന്നൊരു സിങ് ആണ്. അപ്പൊ ആ ഒരു സിങ്ങിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ നിന്നിട്ട് സെല്ലേഴ്സ് പ്രഷർ കൊണ്ടൊന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. അത് വലിയ ഇറങ്ങലൊന്നും ആയിരിക്കില്ല, ഒന്നോ രണ്ടോ ക്യാൻഡിലായിരിക്കും. അല്ല, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ ഉണ്ടെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഈ റെസിസ്റ്റൻസിലേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഗോൾഡിൽ ശ്രദ്ധിക്കേണ്ടത്. ട്രേഡ് എടുക്കുന്ന ആളുകൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസ് കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക. എന്നിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.